നമസ്കാരം. തൻ്റെ ശരീരഭാരം വളരെയധികം കുറയുകയാണെന്നും ശരീരത്തിന് ഗുരുതരമായ എന്തോ രോഗമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പുതിയ ഒരു കള്ളത്തരം. അതുകൊണ്ട് ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം വേണം, അത് 7 ദിവസത്തേക്ക് നീട്ടിത്തരണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അഭ്യർത്ഥന. ആ അഭ്യർത്ഥന ഹർജിയുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ചെന്നത്. സുപ്രീം കോടതി അത് പരിഗണിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. പ്രതിപ്രസ്താവന മാറ്റിവച്ചിരിക്കുന്ന കേസിൽ ജാമ്യം നീട്ടി നൽകാനുള്ള അപേക്ഷ മാറ്റുന്നതായും ജസ്റ്റിസുമാരായ JK മഹേശ്വരിയും KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് പ്രസ്താവിച്ചു. അവരൊരു വിധി അങ്ങ് കൽപ്പിച്ചു. ജയിലിൽ കിടന്നപ്പോൾ പ്രമേഹം കൂടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ആരോഗ്യസ്ഥിതി വഷളാക്കാൻ കെജ്രിവാൾ ശ്രമിച്ചിരുന്നതായി ED കണ്ടെത്തിയിരുന്നു. തിഹാർ ജയിലിൽ EDക്കും അവിടെ സന്ദേശങ്ങൾ കൈമാറാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് കെജ്രിവാൾ മറന്നു. ജാമ്യം ലഭിച്ചതിനു ശേഷം യാതൊരുവിധ ആരോഗ്യ പരിശോധനകളും നടത്താതിരുന്ന കെജ്രിവാൾ ജാമ്യം അവസാനിക്കാറായ സമയത്ത് പരിശോധന നടത്തണമെന്നും ഗുരുതരമായ രോഗമുണ്ടെന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന വിമർശനവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ചില പരിശോധനകൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 7 ദിവസത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ശരീരഭാരം 7 കിലോഗ്രാം കുറഞ്ഞെന്നും അതേസമയം കെറ്റോണിന്റെ അളവ് കൂടുകയും ചെയ്തെന്നും പെറ്റാസിറ്റി സ്കാൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കെജ്രിവാൾ പറഞ്ഞു. കെജ്രിവാളിന് ജൂൺ 4 വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് കോടതിയോട് അഭ്യർത്ഥിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ 1 വരെ 21 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് കോടതി അനുവദിച്ചത്. ജൂൺ 2-ന് തിഹാർ ജയിലിലേക്ക് തിരികെ വരാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെടെയുള്ള ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നൽകരുതെന്ന് EDയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ്. ED അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാർച്ച് 21-ന് അറസ്റ്റിലായ കെജ്രിവാൾ ജുഡീഷ്യൽ ED കസ്റ്റഡിയിലായി 50 ദിവസത്തോളമാണ് തിഹാർ ജയിലിൽ കടന്നത്. ഏത് വിധത്തിലും കെജ്രിവാൾ ജയിലിൽ പോകാതെ നോക്കാൻ വേണ്ട പല നാടകങ്ങളും കെജ്രിവാൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ജൂൺ 2-ന് കെജ്രിവാൾ ബോധം കെട്ട് തന്നെ വീണേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയും കെജ്രിവാൾ കാണിക്കും. എന്തുടായപ്പം കെജ്രിവാൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന കെജ്രിവാളിന് പഞ്ചാബ്, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അടിപതറാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി കസേര മോഹിച്ച് ഇരിക്കുകയാണ് നമ്മുടെ പാവം കെജ്രിവാൾ. അതോടെ കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജൂൺ 2-ന് ശേഷം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കൊടുത്തൊരു പരാതിയുമായി അന്വേഷണത്തിന് തുടങ്ങുകയാണ്. അതോടുകൂടി കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ടൊരു അസ്തമിച്ച ഒരു അവസ്ഥയിലാകുമെന്ന് നമുക്ക് എടുത്തു പറയാം. എന്തെങ്കിലും ദയാഹർജി ഇനി ഉണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് ആകും നൽകുക. അതായത് ഇനി ജൂൺ 2-ന് തിഹാർ ജയിലിലെ കൂട്ടിൽ കയറണോ അതോ ഇനി കുറച്ച് നീട്ടി നൽകുമോ എന്ന് ഇനി ചീഫ് ജസ്റ്റിസ് ആണ് ഇനി തീരുമാനിക്കുക.